ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികനെയും നവ്യേനെയാണ്. അങ്ങനെ അനാമിക പറയുകയാണ്, എനിക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാലും ഒരു കുഴപ്പമില്ലടി. കാരണം എന്റെ വീട്ടിൽ ആവശ്യത്തിലേറെ സ്വത്തും പണവും ഒക്കെ ഉണ്ട്. നീയല്ലേ ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്നത്. നീ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ഇറങ്ങിപ്പോവില്ല. കാരണം അഷ്ടിക്ക് വകയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നവ്യ പറഞ്ഞത്, ഓ, അഷ്ടിക്ക് വകയുള്ള നീ എന്തിനാടി ആ മാല മോഷ്ടിച്ച് അന്ന് നിന്റെ അമ്മയുടെ കൈ കൊടുത്ത് വിറ്റതെന്ന് ചോദിച്ചപ്പം ആര് പറഞ്ഞു ഞാൻ ആ മാല മോഷ്ടിച്ചതെന്ന്? ദേ, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ. നീയും നിന്റെ അനിയത്തിയും കൂടെ ചേർന്നല്ലേടി ആ മാല മോഷ്ടിച്ചതെന്ന് പറഞ്ഞപ്പോ നവ്യ പറഞ്ഞു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്ക്. കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് തെളിയൂല്ലോ. സ്വർണം മോഷ്ടിച്ചതും ആദർശേട്ടന്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കിടത്തിയതും ഒക്കെ നീയും നിന്റെ അമ്മയും കൂടി തന്നെയാ. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിലൊരു സംശയവും ഇല്ലടി. നിന്റെയൊക്കെ കൊള്ളരുതാത്ത പ്രവർത്തിക്ക് എന്റെ ഭർത്താവിന്റെയും അവന്റെ അമ്മയുടെയും സപ്പോർട്ടും ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ 4 പേരും കൂടെ ചേർന്നല്ലേടി ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, അതെ, എന്നോട് എന്റെ ഭർത്താവ് മോശമായിട്ട് പെരുമാറുമ്പോ അന്തസ്സായിട്ട് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ അവിടെ ഉള്ളവരെ വന്ന് എന്റെ കൈയും കാലും പിടിക്കുമ്പോഴേ ഞാൻ തിരിച്ചു വരുന്നത്. നിന്നോട് എത്രയോ തവണ നിന്റെ അമ്മായിയമ്മയും നിന്റെ ഭർത്താവും ഒക്കെ പറഞ്ഞു ഇറങ്ങി പോകാന്. എന്നിട്ട് നീ അവിടുന്ന് ചലിക്കുന്നില്ലല്ലോ. നീ ചലിക്കത്തില്ലടി. സ്വന്തം വീട്ടിൽ പോയി ഒരു ദിവസം പോലും നീ നിൽക്കുന്നില്ലല്ലോ. എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീട് ആനന്ദപുരി തറവാട്. അവിടുന്ന് ഞാൻ പോകേണ്ട കാര്യമില്ല. എന്തിനു ഞാൻ പോകണം? പിന്നെ അനി പലപ്പോഴും പലരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്നെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന്. നീ ഒരു ബാധ്യതയാണെന്ന്. എന്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ഒരച്ഛനുണ്ട്, അറിയാലോ. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് പോകേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ കൂടുതൽ എന്നെ ഭീഷണിപ്പെടുത്തണ്ട കേട്ടോ. നിന്റെ അച്ഛനും അമ്മയും കോടികൾ ഉള്ളവരാണെങ്കിലേ നീ സ്വന്തം വീട്ടിൽ പോയി ജീവിച്ചൂടെ? നീ എന്തിനാ പിന്നെ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നത്? പിന്നെ ഇനി അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടി കുഞ്ഞിന്റെ കാര്യം പറയാ. എടി, ഈ കുഞ്ഞ് അഭിയേട്ടന്റെ അല്ലെന്ന് അഭിയേട്ടൻ തന്നെ പറഞ്ഞില്ലടി. അതിനുള്ള മറുപടി അനാമികെ ഞാൻ നേരത്തെ തന്നതാണല്ലോ. എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ കിടക്കുന്ന അച്ഛനെ അത് എന്റെ ഭർത്താവ് തന്നെയാ, അഭി തന്നെയാ. എങ്കിൽ പിന്നെ ഉണ്ടല്ലോ, നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ മകളല്ലായിരിക്കും, നിന്റെ അമ്മയുടെ തെറ്റായ ബന്ധത്തിലുള്ള മോളായിരിക്കും നീ. അപ്പൊ നിന്നെ പറഞ്ഞപ്പം നിനക്ക് സഹിക്കുന്നില്ലല്ലോ. ദേ, ഇത് ക്ഷേത്രമാണെന്ന് നോക്കാതെ എന്റെ ദേഹത്ത് വല്ലതും കൈവച്ചാലുണ്ടല്ലോ, ദേ, നന്ദു ചെയ്തതിന്റെ ബാക്കി ഞാൻ ചെയ്യും. അവള് നിന്നെ കാലെ പിടിച്ച് നിലത്ത് കുത്താത്തത് ഭാഗ്യം. ദേഷ്യം വന്നാൽ അവള് നിന്റെ വീട്ടിൽ കയറി ആക്രമിക്കൂടി. നിന്നെ മാത്രമല്ലടി, നിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ തല്ലി ശരിപ്പെടുത്തൂടി എന്റെ അനിയത്തി. പറഞ്ഞില്ലെന്ന് വേണ്ട. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നീ കളിച്ചോ അനാമികെ. കളിക്കുന്നത് ആരോടാണെന്ന് നീ ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് കയറിപ്പോയി. അനാമിക ഇങ്ങനെ കളിച്ച് നിൽക്കുക. ഈ സമയം കാണിക്കുന്നത് നമ്മുടെ അഭിനയാണ് കേട്ടോ. അഭിക്കാണെങ്കിൽ നടക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞ് എവിടെയൊക്കെയോ ചെല്ലും. അപ്പൊ വിശക്കുന്നുണ്ട്, നന്നായിട്ട് വിശപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഒരു കട കണ്ടത്. അപ്പൊ അഭി, ഓ രക്ഷപ്പെട്ടു, ഒരു കട കണ്ടല്ലോ. അയ്യോ, വെള്ളം കുടിക്കാൻ വരെ ദാഹിക്കുക. അയ്യോ, ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ കടയിൽ ചെന്നിട്ട്, അതേ പിന്നെ ചേട്ടാ, മലയ്ക്ക് പോകാൻ വന്നതാ. ഇടയ്ക്ക് കാലിന് മസിൽ പിടിച്ചു, അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. എന്റെ കൂടെ വന്നവര് ഇവിടെ കാടിനകത്തൊരു അമ്പലം ഉണ്ടല്ലോ, അവിടെ കുറച്ച് ആൾക്കാർക്കൊപ്പം എന്നെ ഇരുത്തിയിട്ട് മലയ്ക്ക് പോയി. നടന്നു വന്ന ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. എന്റെ കയ്യിലുള്ള എല്ലാം പോയി. പേഴ്സും ബാഗും മൊബൈലും അതുപോലെ വാച്ചും ഒക്കെ പോയി. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി. ഒരുത്തൻ എന്നെ കത്തിയും കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ അമ്പലത്തിന്റെ പരിസരം മൊത്തം കള്ളന്മാരാ. രാത്രി അവിടെയാ കള്ളന്മാര് തമ്പടിക്കുന്നത്. പോലീസുകാർ അവിടെ അങ്ങനെ പോകാറില്ല. അഥവാ ചെന്നാലും അവന്മാര് കാട്ടിലേക്ക് കൂടി രക്ഷപ്പെടുകയും ചെയ്യും. അയ്യോ ചേട്ടാ, നടന്ന് തളർന്നു. ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരുമോ? അല്ല, പേഴ്സ് പോയെന്നല്ലേ പറഞ്ഞത്, അപ്പം ചായ കുടിക്കാനുള്ള കാശുണ്ടോ? അത് പിന്നെ എന്റെ കൂടെ ഉള്ളവര് മടങ്ങി വരുമ്പോ ഞാൻ ചായയുടെ കാശ് തരാം. ഒരു 100 ചായയുടെ കാശ് വേണമെങ്കിലും തരാം. എനിക്ക് 100 ചായയുടെ കാശൊന്നും വേണ്ട. ഒരു ചായയുടെ കാശ് തന്നാലേ ഞാൻ ചായ തരത്തുള്ളൂ. അതെ, എന്തോ മഹാഭാവം ചെയ്തു വന്നതുകൊണ്ടല്ലേ കാല് കൊളുത്തി പിടിച്ചതും മലയ്ക്ക് പോകാൻ വയ്യാത്തതും ഒക്കെ. അങ്ങനെയുള്ളവർക്ക് ചായ തന്ന ഭഗവാൻ എന്നെ ശിക്ഷിക്കും. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. മൂർത്തീസ് ജ്വല്ലറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ പരസ്യത്തിൽ കാണാറുണ്ട്. ആ മൂർത്തീസ് ജ്വല്ലറിയിലെ കൊച്ചുമോനാ ഞാന്. എന്താണോ താനീ പറയുന്നത്? ഇതുപോലെ കോമഡി പറയല്ലേ. അല്ല, ഇനിയിപ്പോ അവിടുന്ന് വല്ല സ്വർണം തട്ടിക്കൊണ്ടാണോ വന്നത്? അയ്യോ, സത്യമായിട്ട് ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാ. അപ്പൊ തൊട്ടടുത്ത് നിന്ന് ഒരാള് പറഞ്ഞു, കവടിയാർ കുടുംബത്തിലെ അവിടത്തെ അംഗമാന്ന് പറഞ്ഞില്ലല്ലോ, അത് തന്നെ ഭയങ്കര ഭാഗ്യം. അതെ, വിട്ടുപോടാ. ഇവിടെ തമ്പടിക്കുന്ന കള്ളന്മാരെ ഇങ്ങനെ പലതും പറയും. ദേ, എന്റെ പണപ്പെട്ടിയും കൊണ്ടുപോയിട്ടുണ്ട് പല കള്ളന്മാരും. അയ്യോ ചേട്ടാ, ഞാൻ കള്ളനല്ല, പ്ലീസ് ചേട്ടാ. നിന്നെ കണ്ടാൽ ആകപ്പാടെ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. രാവിലെ 5 മണിക്ക് ഇതുപോലെ കുറെ ലോറിക്കാർ വരും.
അവർക്ക് വേണ്ടിയൊക്കെയാ ഞാൻ കട തുറക്കുന്നത്. ഓസിന് ചായ തരാനൊന്നും പറ്റില്ല. എന്റെ പൊന്നു മോനെ, ഞാൻ ജീവിച്ചു പൊക്കോട്ടെ, നീയേ പോകാൻ നോക്ക്. അയ്യോ പ്ലീസ്, കുറച്ച് വെള്ളമെങ്കിലും താ. നിനക്കൊക്കെ വെള്ളം ഒന്നും തന്നാലേ അത് ശരിയാവില്ല. പിന്നെ വെള്ളത്തിന്റെ കാര്യമല്ലേ, പണി കിട്ടുന്ന നോക്കുന്നില്ല. എന്നാ കുറച്ച് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പം എന്തോ ആർത്തിയോടെ കുടിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ഹബി അനുഭവിക്കണം. ഹബിക്ക് ഒരു വില, ആഹാരത്തിനോട് പോലും ഒരു വിലയും ഇല്ലാതെ നടന്നതാണ്. അതുമല്ല, നമ്മുടെ ഹബി ആണെങ്കില് ആഹാരത്തിന്റെ മുമ്പിൽ പോലും കള്ളത്തരം കാണിച്ചാണ് വ്രതം എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് അബി അതൊക്കെ അനുഭവിക്കണം. അപ്പൊ പെട്ടെന്ന് ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, അതെ എന്തിനാ ഇങ്ങനെ തള്ളുന്നത്, ഇങ്ങനെ തള്ളേണ്ട കാര്യമുണ്ടോ, അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനാന്നൊക്കെ പറഞ്ഞ്. അയ്യോ അത് പിന്നെ ഞാൻ തള്ളിയതൊന്നുമല്ല, ഞാൻ കൊച്ചുമോൻ തന്നെയാ, ഞാന് ഫോട്ടോ കാണിച്ചു തരാം. അയ്യോ ഫോണ് മിസ്സായി പോയല്ലോ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരായിരുന്നു. മതി 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 തള്ളിയത്. അതെ ഇവിടെ കാട്ടാനേ ഉള്ള സ്ഥലവാ. ഈ സമയത്തൊക്കെ ആന ഇറങ്ങാറുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ആന ആരെയും ഉപദ്രവിക്കാറൊന്നുമില്ല. പക്ഷെ നിന്നെ പോലെയുള്ള കള്ളന്മാരെ കണ്ടാലേ ആന കാല് വലിച്ചു പിടിച്ച് കീറി എറിഞ്ഞെന്ന് വരും. അതുകൊണ്ട് സൂക്ഷിച്ചാല് മോനെ ദുഃഖിക്കണ്ട, ഉൾക്കാട്ടിലേക്കൊക്കെ പോകാതെ നോക്കിക്കോ എന്നിങ്ങനെ പറയാ. ഒരു ഫോണ് പോലും ഇല്ലാതെ, ആരും ഒരു ഫോണ് പോലും കോള് ചെയ്യാൻ കൊടുക്കാതെ നമ്മുടെ ഹബി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും കനകദുർഗനെയും അതുപോലെ നമ്മുടെ നയനെയൊക്കെയാണ്. അങ്ങനെ ഗോവിന്ദൻ പറയാ, ഭഗവാനെ പരീക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാലേ ഇതല്ല ഇതിനപ്പുറം നടക്കും. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ അവൻ കുറെ. അങ്ങനെ കള്ളം പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ടോ ഈ ഒരു സമയത്ത്? അത് പിന്നെ അച്ഛാ കാട്ടിനകത്ത് ഒരു അമ്പലത്തിൽ ഇരുത്തിയേക്കുവാന്നാ പറഞ്ഞത്. അപ്പൊ കനകദുർഗ പറഞ്ഞു, അയ്യപ്പ ദർശനം കഴിഞ്ഞ് അവര് വരുമ്പം ഹബിയുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു, പിന്നെ ഇപ്പൊ മനസ്സ് മാറും. അങ്ങനെ മനസ്സ് മാറത്തൊന്നുമില്ല, അനന്തപുരിയിലെ ബ്ലഡ് അല്ലല്ലോ. ആരോരും ഇല്ലാത്തവർക്ക് അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അഭയം കൊടുത്തതല്ലേ. എന്നിട്ടും അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളല്ലേ അമ്മയും മകനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ദൈവം അനുഗ്രഹിക്കുന്നത്? അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, ആദർശം മറ്റുള്ളവർ മലയ്ക്ക് പോയത് നന്നായി. ആ സമയത്ത് ഏതായാലും അമ്മായിയമ്മേനെ കാണാൻ കഴിഞ്ഞല്ലോ നയനമോൾക്ക്. കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഗോവിന്ദേട്ട? ഒന്ന് സ്നേഹത്തോടെ ചിരിക്കുകയോ സംസാരിക്കുകയോ എല്ലാം ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നയന പറഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്ക് കരള് കൊടുത്തത് ഞാനാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ സംസാരിക്കുന്നത്? പിന്നെ ചോദിച്ചു, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോന്ന്. അത് വേറൊന്നും കൊണ്ടും അല്ല, എന്റെ അമ്മ എന്നെ താങ്ങി പിടിച്ച് നടന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, പിന്നെ അത് മാത്രമല്ല ചോദിച്ചത്, വേറൊരു ചോദ്യം കൂടി ഉണ്ടായി. ആ ജലജയുടെ ഭാഗത്ത് നിന്ന് നവ്യനെ പോലെ മോക്കും വിശേഷം ഉണ്ടോന്ന്. ദുഷിച്ച മനസ്സല്ലേ, അപ്പം പിന്നെ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒരു കാര്യം ഉറപ്പാ മോളെ, ആദർശ് മോന്റെ കയ്യിൽ 50 ലക്ഷം രൂപയുടെ ചെക്ക മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടത് കരള് ദാനം ചെയ്ത കുട്ടിക്ക് കൊടുക്കാന്. അതിന്റെ വീര്യം ഇനിയും ആ ഒരു ചോദ്യങ്ങളൊക്കെ തുരുതുര ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ, കുറച്ചുകൂടി ആരോഗ്യം മെച്ചപ്പെടുമ്പം ആ ഒരു സമയത്ത് ചിലപ്പം ആദർശിന്റെ അച്ഛനും ഒക്കെ അവരോട് സത്യം പറയേണ്ട ഒരു അവസ്ഥ വന്നെന്നൊക്കെ ഇരിക്കും. അപ്പൊ പറഞ്ഞു പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ പറഞ്ഞു, അങ്ങനെ പറയുമ്പോഴെങ്കിലും നയനമോളെ സ്നേഹിച്ചാ മതിയായിരുന്നു അവര്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, അതാരും പ്രതീക്ഷിക്കൊന്നും വേണ്ട. ചേച്ചിയാണ് കരള് ദാനമായിട്ട് കൊടുത്തതെന്ന് അറിഞ്ഞാൽ ആ കരള് തിരിച്ചെടുത്തോളാൻ വേണ്ടി ഡോക്ടർമാരോട് പറയും. അത്രയ്ക്ക് ദേഷ്യമാണ് ആ സ്ത്രീക്ക് എന്റെ ചേച്ചിയോട്. അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാവുന്നത് എന്നിങ്ങനെ ചോദിക്കാനുണ്ട്. അപ്പൊ നയനി ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന ഒരു സീന് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനിനെയാണ്. അപ്പം ദേവയാനി ഇങ്ങനെ ആലോചിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നയനെ ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയായിരുന്നല്ലോ നയനയ്ക്ക്. അപ്പം നയനയ്ക്ക് എന്താ പറ്റിയത്, അവക്ക് പനിയാകാൻ ചാൻസ് കുറവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറക്കി ഇരിക്കുക. അപ്പം നമ്മുടെ ദേവയാനിക്ക് എന്തൊക്കെയോ സംശയം മനസ്സിലൂടെ കയറുന്നു. ചിലപ്പോ അയ്യപ്പൻ തോന്നിപ്പിക്കുന്നതായിരിക്കാം. ഏതായാലും അങ്ങോട്ടേക്ക് നമ്മുടെ മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശനും കൂടെ വരിക. അപ്പൊ നമ്മുടെ ദേവയാനി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുന്ന ഇവര് കാണുകയാണ് കേട്ടോ. കാരണം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ സംതിങ് ഉണ്ട് എന്ന്. അങ്ങനെ മൂർത്തി വസന്തര അടുത്ത് വന്നപ്പോ നമ്മുടെ ദേവയാനി പതുക്കെ ഇങ്ങനെ എണീറ്റിട്ട് ചോദിച്ചു, അല്ല ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അത് പിന്നെ ചെക്കപ്പ് നടത്തിയിട്ട് ഡോക്ടർ എന്ത് പറയാന്, റിസൾട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അച്ഛന് വേണ്ടിയിട്ട് കൂടി അവര് മല ചവിട്ടുന്നത്, അതിന്റെ അനുഗ്രഹം അച്ഛനുണ്ടാകും. ഇപ്പം ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങിന്ന് പറഞ്ഞ് ആദർശ് മോൻ വിളിച്ചിരുന്നു. ഒരു കുഴപ്പമില്ല, സേഫ് ആയിട്ട് തന്നെയുണ്ട്. അല്ല നീ എന്താ മോളെ രാവിലെ വയ്യാതെ അമ്പലത്തിൽ പോയത്, അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ പുറത്തിറങ്ങി നടക്കാറായോ മോൾക്ക് എന്നിങ്ങനെ വസന്തര ചോദിച്ചപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ, ഞാനിപ്പോ പെർഫെക്റ്റാ. പിന്നെ നമ്മുടെ ജലജയുടെ കൂടെയല്ലേ പോയത്, അവൾ എന്നെ പിടിച്ചോണ്ടല്ലേ പോയത്, പിന്നെ എന്തിനാ, പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നയന ഇവിടെ ഉള്ളപ്പം അവക്ക് അമ്മ സ്വർണം കൊടുക്കുന്നത് മനസ്സിലാക്കാം. അതൊക്കെ പോട്ടെ. പക്ഷേ ഇപ്പം വിലപിടിപ്പുള്ള ആഭരണങ്ങള് അവളുടെ വീട്ടിൽ പോയല്ലേ അമ്മ കൊടുക്കുന്നത്.
അതെന്തിനാ അമ്മ അങ്ങനെ ചെയ്യുന്നത്? അവള് എന്ത് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓഹ്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയായി തീരുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. അതിന് അവൾ എന്തൊക്കെ സേവനമാ നമുക്ക് ചെയ്തു തന്നത്? അവൾ എന്ത് നല്ല പ്രവൃത്തിയാ ചെയ്തത്? സേവനം ഒന്നും ചെയ്തതിനല്ല മോള് സ്വർണം കൊണ്ട് കൊടുത്തത്. അത് നിന്നോട് ആരാ പറഞ്ഞത്? മോൾക്ക് ഈ വീട്ടിലെ ജീവിതം തീരെ മടുത്തോ എന്ന് ഞങ്ങൾക്കൊരു ചെറിയ സംശയം. മോളിനി ഇങ്ങോട്ട് വരാതിരുന്നാലോ, അതുകൊണ്ട് മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ സ്വർണം കൊണ്ട് കൊടുത്തത്. അല്ലാതെ എന്ത് സേവനമാ നയന മോള് ചെയ്തത്? അല്ല, അതല്ലാതെ അതിന് പിന്നില് മറ്റുദ്ദേശമൊന്നും ഇല്ലല്ലോ എന്റെ അച്ഛനും അമ്മയ്ക്കും. അല്ലാതെ എന്തുദ്ദേശമാ? ഒരു ഉദ്ദേശവും ഇല്ല. ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നയനമോളെയാണെന്ന് നിനക്കറിയാലോ. അങ്ങനെ കൊച്ചുമക്കളുടെ ഭാര്യമാരെ വേർതിരിച്ച് കാണുന്ന ഒന്ന് ശരിയല്ലെന്ന് അറിയാം. എങ്കിലും നയനയോളം മഹത്വം മറ്റ് രണ്ട് മരുമക്കൾക്കും വരില്ല, അതില്ല. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ നയനമോൾക്കേ കഴിയൂ. നയനമോൾക്കേ അതിന് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങള് വേണ്ട കാര്യങ്ങളൊക്കെ അവക്ക് വേണ്ടി ചെയ്യുന്നു. നയനമോൾ ഒരു കാരണവശാലും പിണങ്ങി തിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. അവൾ ഇവിടെ എത്തണം. ദേ, ആദർശ് മലയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോ അവനോട് പറയണം നയനമോളെ പോയി വിളിച്ചോണ്ട് വരാന്. അതാ ദേവയാനി നീ ചെയ്യേണ്ടത്. ഞാൻ പറയാനൊന്നും പോകുന്നില്ല. പിന്നെ അവക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ. ഞാൻ എന്തിനാ വിളിച്ചോണ്ട് വരാൻ പറയുന്നത്? ദേ, നീയാ ദേവയാനി ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ. അതെന്താ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? അല്ല, നീയല്ലേ ആദർശിന്റെ വ്രതം തീരുന്നത് വരെ മോളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞത്? അപ്പൊ നീയല്ലേ ആ വക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളപ്പോ മടങ്ങി വരാൻ നീ തന്നെ പറയണം. നീ തന്നെ വേണമെങ്കിൽ പോയി വിളിക്കണം. അതിനിപ്പോ എന്താ? പിന്നെ എന്റെ പട്ടി പോവും. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അവക്ക് ഈ തറവാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവള് വരും. അല്ല, മോള് മടങ്ങി വരുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഉയർച്ച മാത്രം ഉണ്ടാകത്തുള്ളൂ ദേവയാനി. അത് നീ ആലോചിക്കുക. നിന്നെ എത്രമാത്രം നയനമോള് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അത്രമാത്രം നയനമോള് നിന്നെ സ്നേഹിക്കുന്നത്. അതറിയാന് നമ്മുടെ മരുമകൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല വസന്തരെ. നീ അതുകൊണ്ട് കൂടുതൽ പറയുമൊന്നും വേണ്ട. മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് നയനമോളുടെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ ഇവക്ക് അറിയത്തുള്ളൂ, അല്ലാതെ ഇവക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, ഈ പറയുന്നത് പോലെ എന്ത് നന്മയാ അവൾ ഈ തറവാട്ടിന് വേണ്ടി ചെയ്തത്? അത് നിങ്ങളൊന്ന് പറഞ്ഞിതാ, എങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കാം. എന്ത് നന്മയാ ചെയ്തത്? നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ദേവയാനി. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഒന്ന് എടുത്തു നോക്കണം. പ്രോഫിറ്റിന്റെ കണക്കൊന്ന് എടുത്തു നോക്കണം. അതില് നയനമോളുടെ കയ്യൊപ്പുണ്ട്. എത്ര ലക്ഷം, എത്ര കോടി രൂപ. അത് മാത്രമല്ല, അതിനപ്പുറം ചില നന്മകൾ മോൾ ഈ തറവാടിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതറിയാതെയാ നീ ഇപ്പം നിവർന്ന് നിന്ന് സംസാരിക്കുന്നത്. ദേ, മോക്ക് നിന്നോടുള്ള സ്നേഹം എത്രയാന്ന് അളക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റും. പക്ഷെ അത് നീ മനസ്സിലാക്കിയിട്ടില്ല ദേവയാനി. അത് മനസ്സിലാക്കുമ്പം, എന്ത് മനസ്സിലാക്കുമ്പം, ഞാനിന്ന് അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അവക്കെന്തോ അസുഖമുള്ള പോലെ എനിക്ക് തോന്നിയത്. എന്തോ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. ആ കനകദുർഗ അവളെ പിടിച്ച് 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 പതുക്കിയാ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. എന്തോ അവക്ക് പനിയാന്നോ വേറെന്തോ പ്രശ്നമുണ്ടോന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ എന്തോ എന്തോ അതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇടയ്ക്ക് ആദർശ് അവളെ കൊണ്ട് ഹോസ്പിറ്റലിലും പോയിരുന്നല്ലോ. അപ്പം അവക്ക് കാര്യമായിട്ട് എന്തോ ഉണ്ട്. എന്താണ് രോഗം എന്ന് ചോദിച്ചപ്പം വൈറൽ ഫീവർ ആന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല. അത് പറഞ്ഞിട്ട് കുറച്ചു ദിവസം ആയതാ. എന്നോട് ആദർശ് മോൻ പറഞ്ഞത്. പിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഒരു പനി ഇത്രയും ദിവസം നീണ്ടു നിൽക്കുവോ? അല്ല, അത് നിനക്ക് നേരിട്ട് മരുമകളോട് ചോദിക്കായിരുന്നല്ലോ ദേവയാനി. എന്നിട്ട് നീ എന്തേ ചോദിച്ചില്ലേ? നീ നയനമോളുടെ കാര്യം അന്വേഷിക്കുന്നില്ലെങ്കിലും ദിവസവും നിന്റെ കാര്യം വിളിച്ച് ആ കുട്ടി അന്വേഷിക്കുന്നുണ്ട്. ആ കുട്ടി എല്ലാ വിവരങ്ങളും തിരക്കുന്നുണ്ട്. ഒരു കാര്യം നീ മനസ്സിലാക്കണം ദേവയാനി, ഈ കുടുംബത്തിലുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി, പ്രത്യേകിച്ച് നിന്റെ ആയുസ്സിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലെ നയനമോള്. അത് മറന്ന നീ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ടി വന്നാലേ സ്വന്തം ജീവൻ പോലും അവൾ പകുത്തു തരും നിനക്ക് വേണ്ടി. അതിനൊരു പോലും ഒരു മടിയുണ്ടാവില്ല. അതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിലേ നീ നയനമോളെ കൂടുതൽ അറിയാൻ ശ്രമിക്കണം. നയനമോൾ ആരാണെന്ന് അറിയാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ നിനക്കൊരു ആൻസർ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കയറി പോവാണ് കേട്ടോ. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? നമ്മുടെ ദേവയാനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. ഇവൾ ഇതിന് മാത്രം എന്ത് നന്മയാണ് ചെയ്തതെന്ന് ദേവയാനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ദേവയാനി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും, ഇതിന്റെയൊക്കെ പിന്നിൽ എന്തായിരിക്കും? അവളെ ഇത്രയ്ക്ക് സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അപ്പൊ അതൊക്കെ ആലോചിച്ചാ നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞ കാര്യം, വേണ്ടി വന്നാൽ ജീവൻ പോലും നിന്റെ മരുമകൾ പകുത്തു തരും എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇങ്ങനെ ചിന്തിച്ചെടുക്കുന്നത്. എന്നിട്ട് പറയുകയും ചെയ്തു, നീ നയനമോളെ കൂടുതൽ അറിയാൻ ശ്രമിക്കണമെന്ന് മുത്തച്ഛൻ പറഞ്ഞില്ലേ ഇപ്പം. അപ്പൊ അതും കൂടി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാം കൂടി ആലോചിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ദേവയാനിയെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. അപ്പൊ നയനയ്ക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആരാ വിളിക്കുന്നത്? ആദർശ വിളിക്കുന്നത്. അപ്പം ഹലോ ആദർശേട്ടാ, എന്താ?
അല്ല ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു നടക്കുക. അല്ല അഭിയെ വിളിച്ചില്ല, അഭിനെ കണ്ടില്ലേ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവന്റെ മൊബൈൽ ഓഫ് ആയെന്നാ തോന്നുന്നത്. അപ്പം അവൻ ചാർജർ ഒന്നും എടുത്തില്ലേ? ഒന്നും അറിയില്ല നയനെ, അവന്റെ കാര്യമല്ലേ. ഇനിയിപ്പം അവന് അവിടുന്ന് വണ്ടി കയറി എവിടേക്കും പോയോന്ന് പോലും അറിയത്തില്ല. എന്നാലും കാട്ടിൽ ഒറ്റയ്ക്കിരുത്തിയിട്ട് പോകണ്ടായിരുന്നു. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, ഒറ്റയ്ക്കല്ലല്ലോ, അവളുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ചുറ്റിനും കാടാണെങ്കിലും അതൊരു അമ്പലമാണല്ലോ, അവിടെ ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾ ഉടനെ അവിടെ എത്തുവോ ആദർശേട്ടാ? കുറെ നടക്കണം. ഏതായാലും അയ്യപ്പസ്വാമി അവനെ ആപത്തൊന്നും വരാതെ നോക്കിക്കോളും. എങ്കിൽ പിന്നെ ശരി ആദർശേട്ടാ. അതെ, എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണേ. പറയാന്നേ, ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ അറിയിച്ചോളാം എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് അയ്യപ്പന്മാരെയാ പിന്നെയും കാണിക്കുന്നത്. ഇനിയിപ്പോ അയ്യപ്പന്മാരെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെ. ഇനിയിപ്പം ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നല്ലോ അയ്യപ്പ ദർശനമൊക്കെ കഴിഞ്ഞിട്ട്. അവരിങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ജയൻ ചോദിച്ചു, അല്ല എന്തായി ആദർശ, കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അവന്റെ ഒരു കാര്യം, അടുത്ത തവണ വരുമ്പം അവനെ കൊണ്ടുവരണ്ട, ഒരു സമാധാനവും ഇല്ല. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ കുറച്ചൊക്കെ മര്യാദയ്ക്ക് വരും, തരക്കേടില്ലാത്ത വ്രതവും നോക്കും. ഇതെല്ലാം തെറ്റിച്ചിട്ട് അവൻ കൂടെ വന്നത്. അപ്പം നമ്മുടെ ജയൻ പറഞ്ഞു, ഇനിയിപ്പൊ അവനില്ലാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അജയ, നമുക്ക് നടന്നു പോയതുകൊണ്ടാ. ഇല്ലെങ്കിൽ അവനെ പമ്പയിൽ ഇരുത്തിയിട്ട് പോകായിരുന്നു, അവിടെ പരിചയമുള്ള പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായി പോയല്ലോ, പരിചയമില്ലാത്തൊരു സ്ഥലത്തല്ലേ നമ്മൾ ഇരുത്തിയത്. എങ്കിലും സ്വാമിമാര് കൂടെ ഉണ്ടായിരുന്നല്ലോ അജയ. നേരം പോയപ്പം അവൻ എവിടെയെങ്കിലും കറങ്ങി നടക്കുവാണെങ്കിലോ, അതും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അഭിനെ കാണിക്കുകയാണ്. അഭി നന്നായിട്ട് സാപ്പാട് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏതോ ഒരു ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് പൈസ കിട്ടിയോന്നൊന്നും അറിയില്ല. ഏതായാലും അവിടെ ആൾക്കാർ കൊണ്ടുവന്ന് അവിടുത്തെ കുക്കൊക്കെ കൊണ്ടുവന്ന് ഓരോ ഭക്ഷണമൊക്കെ വെച്ച് നിരത്തി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മുതലാളി പറഞ്ഞു, അതെ കുറെ നേരമാണല്ലോ കഴിക്കാൻ തുടങ്ങിയിട്ട്, ഇത് രണ്ടാമത്തെ ഓംപ്ലേറ്റ് അല്ലേ, ഇത് എന്ത് പറ്റി? അല്ല അയാൾ കണ്ടിട്ടൊരു വശപശക്ക് തോന്നുന്നുണ്ടല്ലോ, പൈസ കിട്ടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ഒരു ഷെഫ് പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, ഏതായാലും നല്ല പോളിംഗ്, നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്ന്. പിന്നെ നമ്മുടെ അബീനെ കാണിക്കാം കേട്ടോ. അബിയാണെങ്കിൽ വെട്ടി മിഴുങ്ങിക്കൊണ്ടിരിക്കുക. കഴുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഭി എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അതെ ക്യാഷ് തന്നില്ല, ക്യാഷ് തന്നിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ അഭി പറഞ്ഞു, അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടുകയാണ് കേട്ടോ. ഓടിയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഹോട്ടലിന്റെ മുതലാളിയാണെങ്കിൽ നിക്കടാ അവിടെ, പിടിക്കടാ അവനെ പിടിക്കടാന്ന് പറഞ്ഞിട്ട് കുറെ പേരെ അവന്റെ പുറകെ ഓടിക്കുകയാണ്, നമ്മുടെ അബിയുടെ പുറകെ. അങ്ങനെ അബീനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടോ. അങ്ങനെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് പിടിച്ചു നമ്മുടെ അബീനെ. അങ്ങനെ അബി പറഞ്ഞു, അത് പിന്നെ ഞാൻ ക്യാഷ് തരാം, എന്നെ വിട്. അതെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കില് ഇവിടെ കാശ് തന്നിട്ട് പോണം. ദേ മര്യാദയ്ക്ക് കാശ് താ. അത് പിന്നെ എന്റെ പേഴ്സൊക്കെ മോഷണം പോയി, മൊബൈലും ഇല്ല എന്റെ കയ്യില്. ദേ നീ ഒന്നും പറയണ്ട, നീ പെരും കള്ളനാ, നിന്നെ കണ്ടാ അറിയാം. അതെ ഇന്ന് വൈകുന്നേരം വരെ നീ ഇവിടത്തെ അടുക്കള ജോലി ചെയ്യ. അപ്പൊ നീ ചെയ്ത ഭക്ഷണത്തിന് പകരമാവൂലോ, പൈസക്ക് പകരമാവൂലോ. വെട്ടിപിഴുകാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ, നീ മുഴുവൻ അങ്ങോട്ട് വെട്ടിമിഴുങ്ങിയില്ലേ. 10-12 പൊറോട്ടയും താറാവ് ഡബിൾ ഓംപ്ലേറ്റാ നീ കഴിച്ചത്. ഇതൊക്കെ ഒന്ന് ദഹിക്കണ്ടേ? പെട്ടെന്ന് ചെല്ല്, മേശം തുടച്ച പാത്രമൊക്കെ കഴുകി അരിയൊക്കെ ആട്ടിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഹോട്ടലിലെ പണിയെല്ലാം നമ്മുടെ അഭീനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അഭി വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ, മോഷണം പോയതാ സാറേ, അല്ലാതെ ഞാൻ വലിയ വീട്ടിലെയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, എന്ത് മോഷണം പോയതാണെങ്കിലും ഇവിടുത്തെ പണി ചെയ്തിട്ട് നീ പോയാ മതി എന്നൊക്കെ ആ ഒരു ഹോട്ടലിന്റെ ഉടമ പറയും. അപ്പോഴവിടെ പോലീസുകാർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അഭീനെ കണ്ടപ്പം ഇവരിവിടെ ഒന്നും കണ്ടില്ലല്ലോ, ഇവൻ എന്ന് മുതലേ ഇവിടെ പണിക്ക് കയറിയെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ആ ഒരു ഹോട്ടൽ ഉടമ പറഞ്ഞു, അത് പിന്നെ പണിക്ക് കയറിയതൊന്നും അല്ല, ഇവനെ ആഹാരം കഴിച്ചിട്ട് പൈസ തന്നില്ല, അതുകൊണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യിക്കാന്ന് പറഞ്ഞു. അപ്പൊ അഭീനെ തന്നെ പോലീസുകാരനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പോലീസുകാരനെ ഇങ്ങനെ നോക്കിയിട്ട്, ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇവന് നമ്മൾ ആ CCTV പതിഞ്ഞ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ എന്റെ ഈശ്വര, ഇവനപ്പം എന്താ എന്തെങ്കിലും വലിയ കേസിലെ പ്രതി വല്ലോ ആണോ? ഇവൻ കേസിലെ പ്രതിയാണോ ഇല്ലയെന്നൊക്കെ ഞാൻ പറയാം. ഏതായാലും ഇവനെ ഞങ്ങള് തന്നെ തല്ലിക്കൊന്നോളാം. എടാ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് പോലീസുകാർ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, അത് പിന്നെ സാറേ, എടാ നീ എവിടെ നിന്ന് വരിക? പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി, ഇനിയിപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അയ്യോ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സാറേ. അല്ല ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് നീ പൈസ കൊടുത്തോ? അത് പിന്നെ അതിന് പകരം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്. അതിന് പകരം നീ ഇവിടെ ജോലി ഒന്നും ചെയ്യണ്ട, നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നിന്നോടല്ലേ പറഞ്ഞ് ഇങ്ങോട്ട് വരാന്? അയ്യോ സാറേ, ഞാൻ നിരപരാധിയാ സാറേ. ദേ മര്യാദയ്ക്ക് വണ്ടി കയറാനാ പറഞ്ഞത്. നിന്നെ എവിടെയൊക്കെയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നീ ഒരു പിടിവിട്ട പുള്ളി തന്നെയാ, നിന്നെ കണ്ടറിയാം, നീ മൊത്തം കള്ള ലക്ഷണമാ. നിന്നെ എവിടെയോ ഞങ്ങൾ കണ്ടു മറന്ന പോലെയുണ്ട്, നീ ഏതോ കേസിലെ പ്രതിയാ, വന്ന് കയറാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അഭിനയം പിടിച്ചോണ്ട് പോവുകയാണ് പോലീസുകാര്. ഏതായാലും അഭിക്ക് നല്ല പണി തന്നെയാണ് അയ്യപ്പൻ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. പിന്നെ നമ്മൾ ഇനിയിപ്പം നമ്മുടെ വേദയുടെയും വിക്രമിന്റെയും വിശേഷം ഇടുന്നുണ്ട്. അതൊരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിശേഷം ഇടും. നമ്മുടെ പുതിയ ചാനലിലാണ് ഇടുന്നത്, റിയൽ സ്റ്റോറിയിലെ. അപ്പൊ നിങ്ങൾ ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി
കയറി നോക്കിയാൽ മതി. അതിനകത്ത് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.